സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നീരുറവകൾ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ നിന്നൊഴുക്കും. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവ നദികൾ അവൻ്റെ ഉള്ളത്തിൽ നിന്ന് ഒഴുകും. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഈ നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ് നമുക്ക് അറിയുന്ന ഏറ്റവും പ്രസിദ്ധമായൊരു വചനമുണ്ട്. മത്തായി 6:33. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടും. അവിടെയുമുണ്ട് ഈ നീതി. എന്താണ് ഈ നീതി? എന്താണ് ഈ ദൈവനീതി എന്ന് പറയുന്നത്? നമുക്കൊരു നിമിഷം അതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് നമുക്ക് ആരാധിക്കാം. എന്താണ് ഈ ദൈവനീതി? എന്തിനെക്കുറിച്ച് വിശക്കണം, ദാഹിക്കണമെന്നായി പറയുന്നത്? ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടും. സ്തോത്രം. നമുക്ക് ഈ നീതി എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ, ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളോ നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടുള്ള വിശുദ്ധിയോ നമ്മളുടെ പ്രാർത്ഥനകൾ കൊണ്ടുള്ള വിശുദ്ധിയോ ഒന്നുമല്ല. ഈ നീതി നമ്മൾക്ക് 1% പോലും പ്രാപിക്കാൻ കഴിയുന്നതല്ല. ആദ്യം ഇത് തിരിച്ചറിയണം, എങ്കിലേ ദൈവനീതി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മളുടെ ഒരു പ്രവൃത്തിക്കും നമ്മൾ നീതിമാന്മാരാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ഈ റൈറ്റ്യസ്നെസ്, നീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കണ്ണിലുള്ള റൈറ്റ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ നോക്കി നീ നീതിമാനാണ്, നിന്നിലൊരു നീതി ഞാൻ കാണുന്നു എന്ന് പറയണം. അതിനെയാണ് ഈ നീതി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നീതിമാനാണ് എന്ന് ദൈവത്തിൻ്റെ കണ്ണിൽ തോന്നണം. അത് നമ്മൾ എത്ര പ്രവൃത്തികൾ ചെയ്താലും അങ്ങനെ ദൈവം നമ്മളെ നോക്കി നീതിമാൻ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കൊരു പ്രവൃത്തിയും ചെയ്യുക സാധ്യമല്ല. നമ്മളുടെ പ്രവൃത്തികൾ, ചിന്തകൾ എല്ലാം ദോഷം അടങ്ങിയതാണ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവനീതി എന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാൻ ഒരുപാട് വചനം പഠിച്ചു, ഒരുപാട് പാപങ്ങളെ ജയിച്ചു, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇനി മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ അവിടെ തീർന്നു കാര്യം. എല്ലായ്പ്പോഴും നമ്മൾ വളരും തോറും എല്ലാം ഓരോ സമയവും കർത്താവിൻ്റെ കൃപയിലും കർത്താവ് തരുന്ന നീതിയിലും ആശ്രയിച്ച് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. നമുക്ക് ഇത് സാധ്യമല്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് ദൈവനീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പ്രവർത്തിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല ഈ നീതി നിനക്കുണ്ട് എന്ന് ദൈവം കണക്കാക്കുന്നത്. അത് വ്യക്തമാക്കുന്ന ഒരു വചനം നമുക്ക് വായിക്കാം. ഐസയ്യ 64:6, യെശയ്യാവ് 64:6 വായിക്കാം. ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറവിരണ്ട തുണി പോലെ. ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയും. ഞങ്ങളുടെ നീതി പ്രവൃത്തികളെല്ലാം കർത്താവിന്റെ മുൻപിൽ, ദൈവത്തിന്റെ മുൻപിൽ കറ പുരണ്ട തുണി പോലെയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ട്രാൻസ്ലേഷനിൽ ത്രോ അവേ വേസ്റ്റ് എന്ന് പറയുന്നതാണ്. അതായത് കറ പുരണ്ട തുണി എന്നല്ല, ഈ അഴുക്കുള്ള എടുത്ത് കളയുന്ന തുണി, നിറയെ അഴുക്കും ഒക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊന്നും എടുത്ത് കളയണമെന്ന് വിചാരിക്കുന്ന ഒരു തുണി പോലെയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും നീതി പ്രവൃത്തികളും ദൈവത്തിൻ്റെ മുൻപിൽ. അതിൻ്റെ കാരണം ദൈവം തന്ന ന്യായ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ഞാൻ നീതിമാനാണെന്ന് പറയാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഏതെങ്കിലും ഒരു ന്യായപ്രമാണം തെറ്റിയാൽ മുഴുവൻ ന്യായപ്രമാണം തെറ്റിയതുപോലെയാണ്. ഇതാണ് ദൈവവചനം പറയുന്നത്. വിശ്വാസത്തോടെ ചെയ്യാത്തതെല്ലാം പാപമാണ്. നിനക്കറിയാവുന്ന നന്മ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്, പാപമാണ്. ഹല്ലേലൂയ. അങ്ങനെ നോക്കിയാൽ നമ്മൾ ചിന്തകളിൽ, പ്രവൃത്തികളിൽ അനേകം തെറ്റുകളുള്ളവരാണ് നമ്മളെല്ലാവരും. ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് എന്താണ് ദൈവനീതി എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യമേ നമ്മൾ തിരിച്ചറിയണം, നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ നീതിമാനാണെന്ന് പറയുക സാധ്യമല്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? എന്താണ് ഈ ദൈവനീതി അന്വേഷിക്കുക എന്ന് പറയുന്നത്? നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വചനം വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
കണ്ടോ, നീതിമാൻ ഒരുവൻ പോലും ഇല്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രവൃത്തികൾ നോക്കിയാണെങ്കിൽ ദൈവം മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നീതിമാനായിട്ട് ഒരാളെപ്പോലും കാണുന്നില്ല. അത്രയ്ക്കും മിടുക്കന്മാരാ നമ്മളെല്ലാവരും. പ്രൈസ് ഗോഡ്. എന്നുവെച്ചാൽ നമ്മളിൽ അതുപോലെയാണ്. കർത്താവിന്റെ മുൻപിൽ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറൊരാളെ നോക്കി പറയാം, ഞാൻ നിന്നേക്കാൾ ബെറ്റർ, അതുപോലും പറയുക സാധ്യമല്ല. നമ്മൾ എത്ര ആത്മീയമായി വളർന്നാലും ഒരുവനെ നോക്കി ഞാൻ നിന്നേക്കാൾ ഭേദപ്പെട്ടവനാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം ദൈവനീതി ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. നമ്മൾ പാപത്തിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരുവൻ ഒരു ഞായറാഴ്ച ചർച്ചിൽ വരുന്നത് തന്നെ നമ്മൾ ഒരുപക്ഷെ 10 കൊല്ലം വിശുദ്ധിയോടെ ജീവിച്ചതുമായി കർത്താവ് തുലനം ചെയ്ത് അവനാണ് ബെറ്റർ എന്ന് പറയും. കാരണം അവൻ്റെ സാഹചര്യം, അവൻ ഒരുപക്ഷെ വചനം കേൾക്കുവാൻ സാഹചര്യം ലഭിച്ചില്ല. അവൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ മുഴുവൻ പാപത്തിലായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ പാപത്തിലാണ് അവൻ വളർന്നത്. അവനൊരു പ്രകാശം പോലും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ. അങ്ങനെയുള്ളവൻ ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി നമ്മൾ 10 വർഷം ചെയ്യുന്ന ദൈവവേലയുമായി ഒരുപക്ഷെ ദൈവം ഒരുമിച്ച് നിർത്തി കാണും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശുശ്രൂഷകരാകട്ടെ, ദൈവവേലകൾ ചെയ്യുന്നവരാകട്ടെ, ഒരു പാപത്തിലായിരിക്കുന്നവനെ നോക്കിയോ, ഒരു സാധാരണ വിശ്വാസത്തിൽ വരാത്തവനാകാം, രക്ഷയിലേക്ക് വരാത്തവനാകാം, ഒക്കെ ആകാം, ഞാൻ നിന്നേക്കാൾ ഭേദപ്പെട്ടവനാണ് എന്ന് പറയുക സാധ്യമല്ല. അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ദൈവമാണ് എല്ലാവരുടെ മേലും മഴ പെയ്യിക്കുന്നത്, അഭക്തരെയും ഭക്തരെയും ഒരുപോലെ പോറ്റുന്നത്. ഹല്ലേലൂയ. കാരണം കർത്താവിൻ്റെ മക്കളാണ് എല്ലാവരും ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടു, രക്ഷയിലേക്ക് വന്നു, കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനോ കുറ്റം പറയാനോ നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠരെന്ന് വിചാരിക്കാനോ നമുക്ക് അനുവാദമില്ല. കാരണം നമ്മൾ അറിയുന്നില്ല മറ്റൊരുവന്റെ ജീവിത സാഹചര്യം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്ക് ലഭിച്ചത് കരുണയാണ്, നമുക്ക് ലഭിച്ചത് കൃപയാണ്. നമ്മൾ യേശുവിനെ അറിയുവാൻ കാരണമായെങ്കിൽ അതൊരു കൃപയാണ്. സത്യ വെളിച്ചം നീ കണ്ടെങ്കിൽ അതിന്റെ പേര് കൃപ എന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പോൾ നമ്മളുടെ നല്ല പ്രവൃത്തികളല്ല നമ്മളെ നീതീകരിക്കുന്നത്. ഇവിടെ വചനം പറയുന്ന ആരും നീതിമാനെന്ന് ക്വാളിഫൈ ചെയ്യാൻ യോഗ്യരല്ല. അപ്പോൾ നമുക്ക് ലഭിച്ച നീതിയെക്കുറിച്ച് ഇവിടെ ഒരു വചനം നമുക്ക് വായിക്കാം. 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. പ്രൈസ് ഗോഡ്. നോക്ക്, ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട്, അനുഷ്ഠിക്കുന്നത് കൊണ്ട്, ഒരുപാട് കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ട് ഒരുവനും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പാപത്തെക്കുറിച്ചുള്ള ബോധമാണ് ന്യായപ്രമാണത്താൽ ലഭിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, എല്ലാവരും ഞങ്ങൾ പലതും ചെയ്ത്, പല പാരമ്പര്യത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത്, അനുഷ്ഠാനങ്ങൾ ചെയ്ത്, നല്ല പ്രാർത്ഥന ചെയ്ത്, ഉപവസിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാൻ എന്ന് പറയുവാൻ ശ്രമിച്ചു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരുപാട് നിയമങ്ങൾ കൊടുത്തു. അത് പറ്റില്ല എന്ന് പറയുന്നത് വരെ കൊടുത്തു. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം കൊടുത്തത് ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിയാനാണ്. ആ പാപബോധത്തെ, ഇവിടെ പറയുക, പാപത്തെക്കുറിച്ചുള്ള ബോധമാണ് ഈ ന്യായപ്രമാണങ്ങൾ കൊണ്ടുവരുന്നത്. പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധമാണ് നിയമങ്ങൾ നൽകുന്നത്. നിയമങ്ങൾക്ക് രക്ഷിക്കുക സാധ്യമല്ല. നിയമങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നീ നീതിമാനാകുന്നില്ല, അല്ലെങ്കിൽ അത് മുഴുവൻ അനുസരിക്കാൻ നിനക്ക് സാധ്യമല്ല. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇങ്ങനെയുള്ള ഒരുവനെ യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന ഒരു ഭാഗം, അതിലേക്ക് പോകാൻ സമയമില്ല, നിങ്ങൾ വായിച്ചാൽ അറിയാം. ഒരു ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് യേശുവിനോട് പറയും, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദ്യം ശ്രദ്ധിക്കണം. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ശരിക്കുള്ള ഉത്തരം, നീ ഒന്നും ചെയ്താൽ രക്ഷ പ്രാപിക്കില്ല എന്നുള്ളതാണ്. ചോദ്യം ഇങ്ങനെയാണ്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ന്യായപ്രമാണം എല്ലാം അറിയാലോ, കുറേ ന്യായപ്രമാണം ഉണ്ടല്ലോ, അതെല്ലാം നീ അനുസരിക്കുക.
അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എല്ലാം അനുസരിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ എല്ലാ നിയമങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നിനക്കുള്ള സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് കൊടുത്ത് നീ എന്നെ അനുഗമിക്കുക. അതായത് ചെയ്യാൻ പറ്റുന്നത് അല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് പറയുന്നത്, അല്ലാതെ സമ്പത്ത് മുഴുവൻ എല്ലാവരും കൊടുക്കണമെന്നല്ല ആ വചനത്തിന്റെ അർത്ഥം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, അനേകർ പുതിയ നിയമത്തിൽ അവരുടെ വസ്തുവകകളിലെ ഭാഗങ്ങൾ കൊണ്ട് യേശുവിനും ശിഷ്യന്മാർക്കും അവർ വിതച്ചും ശുശ്രൂഷയ്ക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ പോന്നു. ആരോടും മുഴുവൻ കൊടുക്കാൻ യേശു പറഞ്ഞില്ല, ഇവൻ സക്കായിയോട് പോലും പറഞ്ഞില്ല. ഈ വചനത്തിന്റെ അർത്ഥം, ആ ധനികനായ യുവാവ് സ്വന്തം ശക്തിയിൽ, സ്വന്തം പ്രവൃത്തിയിൽ രക്ഷ നേടുവാൻ ശ്രമിച്ചു. അത് യേശുവിന് മനസ്സിലാക്കി കൊടുക്കണം, നിന്റെ ഒരു പ്രവൃത്തി കൊണ്ടും രക്ഷ നേടുക സാധ്യമല്ല. രക്ഷ എന്നാൽ ഒരു വ്യക്തിയാണ്. അവനിലുള്ള വിശ്വാസമാണ് നിനക്ക് രക്ഷ നൽകുന്നത്. അവനിലുള്ള വിശ്വാസമാണ് നിന്നെ നീതീകരിക്കുന്നത്. നിന്റെ ഒരു പ്രവൃത്തിയും നിന്നെ നീതിമാനെന്ന് വിളിക്കുവാൻ ക്വാളിഫൈ ചെയ്യുന്നില്ല. എന്നാൽ ഒരുവനിൽ നീ വിശ്വസിക്കുമ്പോൾ, യേശു ക്രൂശിൽ നിന്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നീ വിശ്വസിക്കുമ്പോൾ, യേശുവിൽ നിന്ന് ഒരു നീതിയുടെ പുതപ്പ് നിന്റെ മേൽ വന്നു വീഴും. ഹല്ലേലൂയ. അത് നിന്റെ നീതിയല്ല, നീ ചെയ്ത ഒരു പ്രവൃത്തികൾ കൊണ്ടുമല്ല, യേശു കർത്താവ് ചെയ്ത പ്രവൃത്തി കൊണ്ട് ഒരു നീതിയുടെ വസ്ത്രം അവൻ നിന്നെ അണിയിക്കും. നിന്റെ കറ പുരണ്ട പ്രവൃത്തികളെല്ലാം മാറ്റുന്ന വെണ്മയുള്ള ഒരു വസ്ത്രം അവൻ നിന്നെ അണിയിക്കുകയാ ചെയ്യുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നിന്ന് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയുമല്ലാതെ എന്നെ നീതീകരിച്ച ഒരു ദൈവം, ഞാൻ പാപക്കുഴിയിലായിരുന്നിട്ടും എന്നെ സ്നേഹിച്ച ഒരുവൻ, എന്നെ കുറ്റം പറയാതെ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചവൻ, അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിന്റെ വിലയായി എന്നെ നീതീകരിച്ചവൻ, അവൻ രക്തം നൽകി എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുവൻ ചെയ്ത പ്രവൃത്തിയാൽ ഞാൻ നീതിമാൻ എന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഓ ലോർഡ് ജീസസ്, യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ദൈവം നിന്നെ നീതിമാൻ എന്ന് വിളിക്കുകയാണ്. അവന്റെ രക്തം നിന്റെ പാപങ്ങളെ മുഴുവൻ കഴുകി ശുദ്ധീകരിച്ചത് കൊണ്ട് യേശു മുഖാന്തരം നീ നീതിമാനാണ് എന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. ഇതിനെയാണ് ദൈവ നീതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമല്ല, ഇത് നമ്മളുടെ അധ്വാനം കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ച രാവിലെ എൻ്റെ കർത്താവെ, അങ്ങ് ചെയ്ത ത്യാഗം എത്ര വലുതാണ്. ഓ, അങ്ങ് എന്നെ നീതിമാൻ എന്ന് വിളിച്ചല്ലോ, അങ്ങയുടെ പ്രവൃത്തിയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, അവന് മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നീതീകരണം അനുഭവിച്ച ഒരുവനും അവന്റെ നാമത്തെ സ്തുതിക്കാതിരിക്കുവാൻ സാധ്യമല്ല. ഈ നീതീകരണം അണിഞ്ഞിരിക്കുന്ന ഒരുവനും അവന്റെ നാമത്തെ ഉയർത്താതിരിക്കുവാൻ സാധ്യമല്ല. കാരണം പാപത്തിന്റെ കുഴിയിലായിരുന്ന എന്നെ, എൻ്റെ ഒരു പ്രവൃത്തികൾ കൂടാതെ ഞാൻ യേശുവിൽ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട്, ഹല്ലേലൂയ, നീതിമാൻ എന്ന് വിളിച്ച ഒരു ദൈവം, എൻ്റെ പാപങ്ങളുടെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത ഒരുവൻ, എനിക്ക് വേണ്ടി രക്തം വാർത്ത് ക്രൂശിൽ മരിച്ച ഒരു ദൈവം, അവൻ എന്നെ നീതിമാൻ എന്ന് വിളിക്കുന്നു. അവന്റെ നീതിയെ എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് മഹത്വം. തുടർന്ന് അങ്ങോട്ട് വേഗത്തിൽ വായിക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശു വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തു മൂലമുള്ള നീതി ന്യായപ്രമാണം കൂടാതെ ലഭിച്ചിരിക്കുന്നു. യേശുവിൽ അങ്ങ് വിശ്വസിക്ക്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവന്റെ വചനത്തിൽ അങ്ങ് വിശ്വസിക്ക്, അവന്റെ നീതി നിന്റെ മേൽ വന്ന് വീഴും. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിക്കാതെയാ, നമ്മളുടെ പ്രവൃത്തി നോക്കിയല്ല, യേശു ചെയ്ത് കഴിഞ്ഞ പ്രവൃത്തി കൊണ്ട്, അവൻ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട്,
അവൻ നമ്മളുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, പാപത്തിന്റെ വേതനം മരണമെന്ന ന്യായപ്രമാണം അവൻ പൂർത്തീകരിച്ചതുകൊണ്ട്, നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് ഒരുവൻ മരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇന്ന് നീ ജീവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. നീ അവനിൽ വിശ്വസിക്കുമ്പോൾ നിത്യമായ ജീവിതത്തിലേക്ക് നീ കടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളുടെ പ്രവൃത്തികളല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. നീ ഇതങ്ങ് വിശ്വസിക്കേ. പ്രൈസ് ഗോഡ്.